അപ്പോൾ തീർച്ചയായും നമുക്കറിയാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഹീറ്റ് കപ്പാസിറ്റിയെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഹീറ്റ് കപ്പാസിറ്റിയുമായി റിലവൻ്റ് ആയിട്ടുള്ള 2-3 പ്രോബ്ലംസ് കാണാം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ള കേസുകളിലേക്ക് പോകാം. ഏറ്റവും ആദ്യം നമുക്കുള്ളത് കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റേസ് ദി ടെമ്പറേച്ചർ ഓഫ് 13.5 gram. So we have a 13.5 gram of aluminium from 300 Kelvin to 400 Kelvin. A specific heat of aluminium is 0.9 joule Kelvin raised to -1 gram raised to -1. അപ്പോൾ നമ്മൾ എന്താണ് കാണേണ്ടത്? കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ്. അപ്പോൾ Q ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, isn't it? So definitely we need to find the Q. അപ്പോൾ Q കാണണമെങ്കിൽ തീർച്ചയായും നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ സ്പെസിഫിക് ഹീറ്റ് ഡെൻസിറ്റി വെച്ചിട്ട് MC ഡെൽറ്റ ടി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ MS ഡെൽറ്റ ടി എന്ന് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതാം Q ഈസ് ഈക്വൽ ടു M ഇൻറ്റു സി ഇൻറ്റു ഡെൽറ്റ ടി. റിമെമ്പർ, ഈ സി എന്ന് പറയുന്നത് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയാണ്. സോ വാട്ട് ഈസ് ദിസ്? ഇറ്റ് ഈസ് എ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. ഓക്കെ, സോ വാട്ട് ഈസ് ദാറ്റ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി? അപ്പോൾ ഇതിൽ ഏതൊക്കെ ഫാക്ടേഴ്സ് തന്നിട്ടുണ്ട് നോക്കൂ. ഇവർ തന്നിരിക്കുന്നത് 13.5 gram ഓഫ് അലുമിനിയം. അപ്പോൾ ഡെഫിനറ്റ്ലി എം തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ മാസ് ഓഫ് എം? ഇറ്റ് ഈസ് 13.5. ആൻഡ് വി ഹാവ് നെക്സ്റ്റ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് അലുമിനിയം. ഇറ്റ്സ് ഗിവൻ ആസ് 0.9. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ്സ് എ 0.9, isn't it? പിന്നെ നമുക്ക് ബാക്കി ഇനി നമുക്ക് വേണ്ട ഡെൽറ്റ ടി. നോക്കൂ, 300 കെൽവിനിൽ നിന്ന് 400 കെൽവിനിലേക്ക് പോയി. അപ്പോൾ അവിടെയുള്ള ചേഞ്ച് എന്ന് പറയുന്നത് 100 ആണ്. സോ ലെറ്റ്സ് റൈറ്റ് ദാറ്റ് ഓൾസോ. അപ്പോൾ ഡെൽറ്റ ടി എന്ന് പറയുന്നത് 100 ആണ്. അങ്ങനെയാണെങ്കിൽ അവിടത്തേക്ക് നമുക്ക് എത്ര ക്യൂ വേണം? സോ ലെറ്റ് us multiply all these things together. അപ്പോൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ വാട്ട് വി ക്യാൻ സീ there, we have a 135 into 13.5 into 0.9 into 100, which will be equals 135 into 9. 135 into 9. അപ്പോൾ നമുക്ക് എഴുതാം 135 into 10. നമുക്ക് എല്ലാവർക്കും അറിയാം 1350 ആണ്. അവിടുന്ന് 135 കുറച്ചാൽ 9ഉമായിട്ട് മൾട്ടിപ്ലിക്കേഷൻ കിട്ടും. അപ്പോൾ നമുക്കിത് 5, isn't it? ബാക്കി നമുക്ക് 4 ഇന്ന് 3 കുറച്ചാൽ ഇവിടെ 1, isn't it? And here 2, so 1. So what will be the answer here? You will be getting 1215 joule. This is the heat required for this. Okay, love you. അപ്പോൾ ഇത് നമ്മൾ ആരോ വെച്ച് ചെയ്തതാണ്, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി വെച്ച് ചെയ്തിട്ടുള്ളതാണ്. Let us go with the next problem. So in next problem what we have, calculate the amount of heat required to raise the temperature of iron from 25 degrees Celsius. So we have a 25 degrees Celsius to 75 degrees Celsius if the specific heat of iron is 0.45 joule. So calculate the amount of heat required. Again, നമ്മൾ നേരത്തെ ചെയ്ത അതേ രീതിയിൽ തന്നെയാണ് ഇവിടെയും ചെയ്യേണ്ടത്. നോക്കുക, അയാൾ മാസ് തന്നിട്ടുണ്ട്. എത്ര കുട്ടിയുള്ള മാസ് തന്നിരിക്കുന്നത്? മാസ് അവർ തന്നിരിക്കുന്നത് 5 ഗ്രാമിലാണ്. ഓക്കെ, ഇനി വാട്ട് ഈസ് ദ ടെമ്പറേച്ചർ ഡിഫറൻസ്? ഒരിടത്ത് 25 ഡിഗ്രി സെൽഷ്യസ്, ഒരിടത്ത് 75 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ ആകെയുള്ള ആ വ്യത്യാസം എന്ന് പറയുന്നത് 50 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, നെക്സ്റ്റ് ഹീറ്റ് ഓഫ് അയൺ. നമുക്കറിയാം ഹീറ്റ് ഓഫ് അയൺ എന്ന് പറയുന്നത് ഹീറ്റ് ഓഫ് അയൺ നല്ല ശരിക്കും ഹീറ്റ് കപ്പാസിറ്റി സ്പെസിഫിക് ഹീറ്റ് ഓഫ് അയൺ എത്രയാണ്? 0.45 ജൂൾ കെൽവിൻ റേസ് ടു -1. അപ്പോൾ ശരിക്കും ഇവിടെ ഗ്രാം റേസ് ടു -1 ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? Q കണ്ടുപിടിക്കാം. സോ ലെറ്റ് us write the equation. Q is equal to what we can write again? MC delta T. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ M എത്രയാണ്? നോക്കൂ, M 5 gram. So I can write there 5 gram. Okay, so M 5 gram. And the next what we have, ഇനി അവർ തന്നിരിക്കുന്നത് സ്പെസിഫിക് ഹീറ്റ് എത്രയാണ്? 0.45. സോ വാട്ട് വി ക്യാൻ റൈറ്റ് ദെയർ 0.45. ആൻഡ് അഗെയിൻ വാട്ട് ഈസ് നെക്സ്റ്റ്? നമുക്ക് തന്നിരിക്കുന്ന ഡെൽറ്റ ടി 25 നിന്ന് 75ലേക്കാണ്. അപ്പോൾ തീർച്ചയായും നമുക്കറിയാം നമുക്ക് അവിടെയുള്ള ഡിഫറൻസ് 50 ആണ്, isn't it? So what we can write ultimately, we can write like this: 5 into, okay, so 4.5 into what comes there? We have again 5 come there. So 5 into 4.5 into 5.
So what we can write next, see, we will be having 25 into 4.5, isn't it? So this will be 112.5 joule. So that will be the answer in this particular case. അപ്പോൾ തീർച്ചയായിട്ടും ഇത് രണ്ടും ആര് ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലമാണ്? ഹീറ്റ് കപ്പാസിറ്റി ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഒരു അഡിയബാറ്റിക് പ്രോസസ്സിനെ കുറിച്ചിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. കാരണം അഡിയബാറ്റിക് പ്രോസസ്സിനെ കുറിച്ചിട്ട് നമുക്കറിയാം, ഞാൻ ഓൾറെഡി ഇക്വേഷൻസ് നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാം PV raised to gamma equals or P1 V1 raised to gamma equals P2 V2 raised to gamma, like that we studied. And you know what is gamma? Gamma is called, you remember, it is the molar heat capacities ratio, Cp by Cv. And you know, for a monatomic gas, what is the value of Cp? 1.6x. What is the value of Cv? No, Cp by Cv, monatomic gas നമുക്കറിയാം 1.66. Diatomic gas എത്രയായിരുന്നു? 1.4. Triatomic or polyatomic we said 1.33. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പോൾ അത് ബേസ് ചെയ്തിട്ടുള്ള അഡിയബാറ്റിക് പ്രോസസ് ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം അത് നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. See to that. See, we have a question here. A monoatomic gas ആണ്, ഒരു മോണോatomic gas ആണ് തന്നിരിക്കുന്നത്, undergoes adiabatic process. Its volume and temperature, volume തന്നിട്ടുണ്ട്, അതുപോലെ temperature are related as TV raised to gamma equals a constant. Actually it is not gamma, it is TV raised to P equals a constant. അങ്ങനെയാണെങ്കിൽ the value of P will be, value of P എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ കുട്ടികൾ നമുക്കറിയാം, അവർ തന്നിരിക്കുന്നത് TV raised to P എന്നാണ് തന്നിരിക്കുന്നത്. എന്നിട്ട് അവർ ചോദിച്ചിരിക്കുന്നു what is the value of P. റിയൽ അഡിയബാറ്റിക് പ്രോസസ്സിൽ ഇക്വേഷൻ ഞാൻ നിങ്ങളോട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നോക്കൂ, അപ്പം നമുക്ക് ഇങ്ങനെ എഴുതാം. സി വാട്ട് വി ക്യാൻ റൈറ്റ് ദെയർ, വാട്ട് വി സ്റ്റഡീഡ് ദെയർ, T1 V1 gamma raised to 1 is equal to T2 V2 gamma raised to gamma minus 1. ഇതാണ് നമ്മൾ അഡിയബാറ്റിക് പ്രോസസ്സിൽ പഠിച്ച ഒരു എക്സ്പ്രഷൻ എന്ന് പറയുന്നത്, അല്ലേ? അപ്പം അങ്ങനെയാണെങ്കിൽ ഇവർ തന്നിരിക്കുന്നത് TV raised to P. ഈ P എന്ന് പറയുന്നത് ആരാ കുട്ടികളെ? ഗാമ മൈനസ് 1 അല്ലേ? അപ്പം നമുക്ക് P ഈക്വൽസ് വാട്ട് വി ക്യാൻ റൈറ്റ്, P ഈസ് ഈക്വൽ ടു ഗാമ മൈനസ് 1. അപ്പോൾ ഗാമ നമുക്കറിയാം ഇവിടെ തന്നിരിക്കുന്ന മോണോഅറ്റോമിക് ഗ്യാസ് ആണ്. ഒരു മോണോഅറ്റോമിക് ഗ്യാസിന്റെ പോയ്സൺസ് റേഷ്യോ അല്ലെങ്കിൽ ഗാമ എന്ന് പറയുന്ന വാല്യൂ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാം. Can you just tell me what is the value of gamma in case of monoatomic? Definitely you can see that it is the 1.66. So I can write there P is equal to what I can write here, speak out 1.66 minus 1. So ultimately you get the answer 0.66, isn't it? അപ്പോൾ ഇവിടെ നമ്മൾ ഇക്വേഷൻ നമ്മൾ നോക്കുക. See what we have, TV raised to P equals a constant. അങ്ങനെയാണെങ്കിൽ we have TV raised to gamma minus 1. So gamma minus 1 equals P. So we got the value 0.66. Okay. So now let's go with next problem. അപ്പോൾ നമ്മൾ ഹീറ്റ് കപ്പാസിറ്റി കണ്ടു, സ്പെസിഫിക് കപ്പാസിറ്റി കണ്ടു, ആൻഡ് മോളാർ ഹീറ്റ് കപ്പാസിറ്റി കണ്ടു. അതുപോലെ തന്നെ നമ്മൾ എൻതാൽപി ഇസനേറ്റ് എന്നൊരു ടേമിനെയും പരിചയപ്പെട്ടു. അതിനു മുന്നേ നമുക്കറിയാം ഇന്റേണൽ എനർജി എന്നൊരു ടേം നമുക്കുണ്ട്. അതായത് ഈ ഇന്റേണൽ എനർജി നമ്മൾ പഠിച്ച ഇക്വേഷൻ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. സി വാട്ട് യു സ്റ്റഡീഡ് earlier, you might have studied like this. Delta U is equal to, see we have delta U is equal to QV എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. So I can write there delta U equals QV. സിമിലർലി നമ്മൾ ഇതേപോലെ തന്നെ നമ്മൾ വേറൊരു ഫാക്ടറിനെയും കുറിച്ച് പഠിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ദാറ്റ്? ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് QP ആണ്. അപ്പം നമുക്ക് ഡെൽറ്റ യു QV, സിമിലർലി ഡെൽറ്റ എച്ച് QP, ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചു. രണ്ടും ആയിക്കോട്ടെ, വാട്ട് എവർ, ദിസ് ഈസ് ഹീറ്റ്. ഇത് രണ്ടും ഹീറ്റാണ് കുട്ടികളെ. സി ഹീറ്റ് ഇവോൾവ്, അതായത് നമ്മളിപ്പോൾ ഒരു റിയാക്ഷൻ നടത്തുകയാണ്, നമ്മൾ ടെസ്റ്റ് ട്യൂബ് എടുത്തിട്ട് റിയാക്ഷൻ നടത്തുന്നു. അപ്പോൾ ആ ടെസ്റ്റ് ട്യൂബിനകത്ത് നമ്മൾ എന്താണോ എടുക്കുന്നത് എന്നനുസരിച്ച് എന്ത് ചെയ്യും? ചിലപ്പോൾ ഹീറ്റ് പുറത്തേക്ക് വരും, അല്ലെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും? ഹീറ്റ് അബ്സോർബ് ചെയ്യും, isn't it? So definitely you can see that ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ ഹീറ്റ് പുറത്തേക്കോ അല്ലെങ്കിൽ അകത്തേക്കോ പോകും. അതാണ് ഈ ക്യൂ എന്ന് പറയുന്നത്. പക്ഷേ ആ ക്യൂ നമുക്ക് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് കോൺസ്റ്റന്റ് വോളിയത്തിലുണ്ട്, കോൺസ്റ്റന്റ് പ്രഷറിലുണ്ട്.
ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ ഈ ക്യൂവിനെ, ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ ഉള്ള ക്യൂവിനെ നമ്മൾ എങ്ങനെ ഡിറ്റർമിൻ ചെയ്യും? ആ ഡിറ്റർമിനേഷനെ കുറിച്ച് പഠിക്കുന്ന, അതിനെക്കുറിച്ചാണ് നമ്മൾ ഇവിടെ സംസാരിക്കാൻ പോകുന്നത്. അതിനെയാണ് നമ്മൾ എന്തു പേര് വിളിക്കുന്നത്? കലോറിമെട്രി എന്ന് പറയുന്നത്. തീർച്ചയായും ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതായത് നമ്മൾ സാധാരണഗതിയിൽ റിയാക്ഷൻസ് നടത്തുന്നത് എവിടെയാണ്? ഓപ്പൺ കണ്ടെയ്നറിലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഡെൽറ്റ യുവിനല്ല, ഡെൽറ്റ എച്ചിനാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇസ്ന്റ് ഇറ്റ്? സോ ഡെൽറ്റ എച്ച് ആണെങ്കിലും ഡെൽറ്റ യു ആണെങ്കിലും ഹീറ്റാണ്. എങ്ങനെ നമുക്ക് ഹീറ്റിനെ മെഷർ ചെയ്യാം? ഓക്കെ, ലെറ്റ് us think about that. നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ തെർമൽ ഫ്ലാസ്ക് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. സി, ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിന് എക്സാമ്പിളാണ് ഒരു തെർമൽ ഫ്ലാസ്ക് എന്ന് പറയുന്നത്. സോ കൺസിഡർ ദിസ് ആസ് എ തെർമൽ ഫ്ലാസ്ക്. അപ്പോൾ ഇത് നമ്മളൊരു തെർമൽ ഫ്ലാസ്ക് കൺസിഡർ ചെയ്തു. നിങ്ങൾക്കറിയാം ഒരു തെർമൽ ഫ്ലാസ്കിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, അതിനുള്ളിൽ നമ്മൾ എടുത്തിരിക്കുന്ന വസ്തുവ് എന്ത് ചെയ്യില്ല? യാതൊരു തരത്തിലുള്ള അതിൻ്റെ ഹീറ്റോ മാറ്ററോ ഒന്നും സറൗണ്ടിങ്ങുമായിട്ട് ഒരിക്കലും എക്സ്ചേഞ്ച് ചെയ്യില്ല. അത് നമ്മൾ ഓർക്കണം, ഇസ്ന്റ് ഇറ്റ്? അപ്പോൾ നമ്മളൊരു ഐസൊലേറ്റ് സിസ്റ്റം എടുത്തു വെച്ചാൽ തീർച്ചയായും നമുക്കറിയാം ദർ ഈസ് നോ എക്സ്ചേഞ്ച് ഓഫ് ഹീറ്റ് ടു ദ സറൗണ്ടിങ്. അതുപോലെ തന്നെ സറൗണ്ടിങ്ങിൽ നിന്ന് അകത്തോട്ടുമില്ല. എന്നാൽ നേരെ തിരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഹീറ്റ് എക്സ്ചേഞ്ച് എന്നൊരു സറൗണ്ടിങ് നമ്മൾ കൊണ്ടുവന്ന് വിചാരിക്കുക. തീർച്ചയായിട്ടും എന്ത് സംഭവിക്കും? ഹീറ്റ് എക്സ്ചേഞ്ച് ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെ ആ ഒരു മെത്തഡോളജി ഉപയോഗിച്ച്, അതായത് ഒരു സബ്സ്റ്റൻസിൽ നിന്നും വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സറൗണ്ടിങ്ങിലേക്ക് ഹീറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ നിയർ ബൈ സബ്സ്റ്റൻസിലേക്ക് ഹീറ്റ് കൊടുക്കാം. ആ ഒരു കൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? എങ്ങനെയാണ് ഈ ഹീറ്റ് മെഷർ ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. നമുക്ക് രണ്ട് തരത്തിലുള്ള ഹീറ്റ് ഉണ്ട്, ഇസ്ന്റ് ഇറ്റ്? ഡെൽറ്റ യു ഉണ്ട്, ഡെൽറ്റ എച്ച് ഉണ്ട്. അതിൽ ആദ്യത്തെ ഡെൽറ്റ യു നമുക്ക് എങ്ങനെ മെഷർ ചെയ്യാം എന്നതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഓക്കെ, സി, ഡെൽറ്റ യു മെഷർ ചെയ്യാൻ വേണ്ടി നമുക്കുള്ള ഇൻസ്ട്രുമെന്റ് സി ഇതാണ്. ഇതിന് നമ്മൾ വിളിക്കുന്ന പേര് ബോംബ് കലോറിമീറ്റർ. വാട്ട് വി സേ ഫോർ ദിസ്? ബോംബ് കലോറിമീറ്റർ. അപ്പോൾ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബോംബ് കലോറിമീറ്റർ. ഓക്കെ, ലെറ്റ് സി ഇതിൻ്റെ സെറ്റപ്പ് ഒക്കെ നമുക്കൊന്ന് നോക്കാം. സി, എങ്ങനെയാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്, എങ്ങനെയാണ് നമ്മൾ ഹീറ്റ് മെഷർ ചെയ്യുന്നത് എന്ന് നമ്മൾ നോക്കാൻ പോവുകയാണ്. സി ടു ദാറ്റ്. അപ്പോൾ ഇതൊരു കോപ്പർ ചേംബറാണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഇതൊരു ഔട്ടർ ചേംബർ. ഓക്കെ, ഇതിനുള്ളിൽ നമുക്കൊരു സ്റ്റീൽ മെയ്ഡ് ഒരു ഇൻസൈഡ് ചേംബർ ഉണ്ട്. ആ ഇൻസൈഡ് ചേംബറിലാണ് നമ്മൾ എന്ത് നടത്തുന്നത്? റിയാക്ഷൻ നടത്തുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് ഇടയ്ക്കുള്ള ആ സ്പേസ്, അതായത് നമ്മുടെ ഈ പറയുന്ന കോപ്പർ ചേംബറിനും സ്റ്റീൽ ചേംബറിനും ഇടയിലുള്ള സ്പേസ് എന്ന് പറയുന്ന ഈ ബ്ലൂ കളർ കാണുന്നത് വാട്ടറാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എന്ത് സംഭവിക്കും? ഇതിനകത്ത് നമ്മൾ ഇവിടെയാണ് നമ്മുടെ റിയാക്ഷൻ നടത്തുന്നത്. ഓക്കെ, റിയാക്ഷൻ എങ്ങനെ നടത്തുന്നു ചോദിച്ചാൽ നോക്കൂ എല്ലാവരും. ഇവിടെ നമ്മൾ ഓക്സിജൻ, നമുക്കറിയാം കമ്പഷൻ നടക്കണമെങ്കിൽ, റിയാക്ഷൻ നടക്കണമെങ്കിൽ എന്ത് വേണം? ഓക്സിജൻ വേണം. അപ്പോൾ ഈ ഓക്സിജൻ വരാൻ വേണ്ടിയിട്ടുള്ള ഒരു വാൽവാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ആൻഡ് നൗ യു ക്യാൻ സീ ദാറ്റ് ഇതിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? വോൾട്ടേജ് കടത്തിവിടുന്നു. മീൻസ് ഇവിടെ ഇഗ്നിഷൻ നടത്താൻ വേണ്ടിയിട്ടുള്ള വോൾട്ടേജ് ആണ് നമ്മൾ ഉള്ളിലൂടെ കടത്തിവിടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതെന്തിനാന്ന് ചോദിച്ചാൽ ഇതൊരു സ്റ്റിറാണ്. ജസ്റ്റ് നമ്മുടെ ലിക്വിഡ് വാട്ടർ ഇങ്ങനെ സ്റ്റിർ ചെയ്ത് ടു മെയിൻറ്റെയിൻ ദ യൂണിഫോമിറ്റി, ടെമ്പറേച്ചർ മിക്സിങ്ങിൻ്റെ ആ യൂണിഫോമിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മളിത് ഉപയോഗിക്കുന്നു. അപ്പോൾ നമ്മൾ ഇതിലൂടെ ഇവിടെ ഒരു തെർമോമീറ്റർ വെച്ചിട്ട്, ഒരു ബെക്ക്മാൻ തെർമോമീറ്റർ, പ്രിഷ്യസ് ആയിട്ടുള്ള ഒരു ബെക്ക്മാൻ തെർമോമീറ്റർ വെച്ചിട്ടുണ്ട്. എന്തിനാ ഈ ബെക്ക്മാൻ തെർമോമീറ്റർ വെച്ചിരിക്കുന്നത് ചോദിച്ചാൽ, നമ്മളിവിടെ റിയാക്ഷൻ നടത്തുമ്പോൾ ഓക്കെ നോക്കൂ, വോളിയം കോൺസ്റ്റന്റ് ആണ്. സ്റ്റീൽ ചേംബറാണ്. അപ്പോൾ ഇവിടെ റിയാക്ഷൻ നടത്തുമ്പോൾ തീർച്ചയായിട്ടും എന്ത് സംഭവിക്കും കുട്ടികളെ? ഇവിടുന്ന് ഹീറ്റ് റിലീസ് ചെയ്യും. ഓക്കെ, അങ്ങനെ റിലീസ് ചെയ്യപ്പെടുന്ന ഹീറ്റ് തീർച്ചയായും നിങ്ങൾക്കറിയാം ആരെ ചൂടാക്കും? നമ്മുടെ സ്റ്റീൽ ചേംബറിനെ ചൂടാക്കും. അപ്പോൾ ഈ സ്റ്റീൽ ചേംബറിനെ ചൂടാക്കുമ്പോൾ അതുമായി ടച്ചിലിരിക്കുന്ന ഈ ലിക്വിഡ്, അതിൻ്റെ ഹീറ്റ് എന്ത് ചെയ്യും കുട്ടികളെ? അതും എന്ത് ചെയ്യും? കൂടും. നമുക്കറിയാം, നമുക്ക് അക്കോർഡിംഗ് ടു ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഒരിക്കലും എനർജി എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് നശിപ്പിക്കാൻ പറ്റത്തില്ല. ഒരു ഫോം ഓഫ് എനർജി വിൽ കൺവേർട്ട് ഇൻ അനദർ ഫോം ഓഫ് എനർജി, അങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി നഷ്ടപ്പെട്ടാൽ അത് മറ്റൊരാളുടെ നേട്ടമായിരിക്കും. അതായത് ഇവിടെ നമ്മുടെ സ്റ്റീൽ കണ്ടെയ്നർ അല്ലെങ്കിൽ ഈ കണ്ടെയ്നറിൽ നിന്നും ആര് ഹീറ്റ് വാങ്ങും? നമ്മുടെ വാട്ടർ ഹീറ്റ് വാങ്ങും.
ആ വാട്ടറിൻ്റെ ടെമ്പറേച്ചർ എന്ത് ചെയ്യും? റേസ് ചെയ്യും. ഓക്കെ, ആ വാട്ടറിൻ്റെ ടെമ്പറേച്ചർ ഇറ്റ് വിൽ റേസ്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഇതിനുള്ളിൽ നമ്മൾ എടുത്തിരിക്കുന്ന വാട്ടറിൻ്റെ എമൗണ്ട് ദാറ്റ് ഈസ് ഫിക്സ്ഡ്. ഒരു പർട്ടിക്കുലർ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ വി ആർ ടേക്കൺ ദെയർ. ലെറ്റ്സ് സേ ദാറ്റ് നമ്മൾ എടുത്തിരിക്കുന്നത് മാസ് m. So what is the amount of water taken here? m. And now you can see that തീർച്ചയായിട്ടും നമുക്ക് ഇതിൻ്റെ ടെമ്പറേച്ചർ എന്ത് ചെയ്യും കുട്ടികളെ? വാട്ടറിൻ്റെ ടെമ്പറേച്ചർ റേസ് ചെയ്യും. ഇനിഷ്യലി ഇവിടെ ആയിരുന്നുണ്ടായിരുന്നെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? ഇവിടെ എത്തും. അപ്പോൾ ടെമ്പറേച്ചർ റേസിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഡെൽറ്റ ടി എത്രയാണെന്ന്. ഇനി നമുക്കറിയാം ഇവിടെ വാട്ടറിൻ്റെ 1 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ കൂട്ടാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള എനർജി എന്ന് പറയുന്നത് 4.184 ആണ്. അപ്പോൾ അതിൽ നിന്നും നമുക്ക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് വാട്ടർ നമുക്കറിയാം. ഹീറ്റ് കപ്പാസിറ്റി ഓഫ് വാട്ടർ ഈസ് 4.184. ഇത്രയും ഡേറ്റാസ് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ടെമ്പറേച്ചർ റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് Q ഈസ് ഈക്വൽ ടു mc ഡെൽറ്റ ടി. സോ Q ഈക്വൽസ് mc ഡെൽറ്റ ടി. അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ എത്ര ഹീറ്റ് വാട്ടർ അക്സെപ്റ്റ് ചെയ്തു നമുക്ക് മനസ്സിലാക്കാം. എത്ര ഹീറ്റാണോ വാട്ടർ അക്സെപ്റ്റ് ചെയ്തത് അത്രയും തന്നെ ഹീറ്റായിരിക്കും ആ റിലീസ് ചെയ്തത് നമ്മുടെ സബ്സ്റ്റൻസ് ഇവിടെ റിയാക്ഷന് വിധേയമായപ്പോൾ റിലീസ് ചെയ്തത്. ഇസ്ന്റ് ഇറ്റ്? ഇങ്ങനെയാണ് നമ്മൾ ആരെ കണ്ടുപിടിക്കുക? ഡെൽറ്റ യു കണ്ടുപിടിക്കുക. ബിക്കോസ് വി പെർഫോം ദിസ് എക്സ്പെരിമെന്റ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം. So what we say for this instrument, we say this as bomb calorimeter. അപ്പോൾ കുട്ടികളെല്ലാവരും നോക്കുക, നമ്മളുടെ അൾട്ടിമേറ്റ് നമുക്കറിയാം നമ്മളുടെ ഈ തെർമോഡൈനാമിക്സ് ഒക്കെ പഠിക്കാനുണ്ടായ സാഹചര്യം എന്താണെന്ന് ചോദിച്ചാൽ ഒരു റിയാക്ഷനിൽ പുറത്തേക്ക് വിടുന്ന എനർജിയെ കുറിച്ച് നമ്മൾ അറിയണം. അപ്പോൾ അങ്ങനെ റിലീസ് ചെയ്യപ്പെടുന്ന ആ എനർജി നമ്മൾ മെഷർ ചെയ്യുകയാണ്. ആ മെഷർ ചെയ്യാനുള്ള സെറ്റപ്പിന് നമ്മൾ വിളിച്ച പേരാണ് കലോറിമീറ്റർ. നമുക്ക് 2 തരത്തിലുള്ള കലോറിമീറ്റർ ഉണ്ട്. അതിൽ ആദ്യത്തെ കലോറിമീറ്ററിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ദിസ് ഈസ് വാട്ട് കോൾഡ് ബോംബ് കലോറിമീറ്റർ. വാട്ട് വി സേ ഫോർ ദിസ്? ബോംബ് കലോറിമീറ്റർ. സി ബോംബ് കലോറിമീറ്ററിന്റെ സെറ്റപ്പ് എങ്ങനെയാണ്? ലിസൺ ഇറ്റ്. സി എപ്രകാരമാണെന്ന് നിങ്ങൾ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണാം. സി ടു ദാറ്റ് നമുക്കൊരു കോപ്പർ ചേംബർ ഉണ്ട്. ഓക്കെ, ആൻഡ് ഇൻസൈഡ് ദാറ്റ് വി ഹാവ് എ സ്മോൾ ചേംബർ, steel chamber in which we are performing the reactions. എന്നിട്ട് ഇതിൻ്റെ നടുക്ക് നമുക്ക് വാട്ടർ ആണുള്ളത്. ഓക്കെ, ഈ വാട്ടർ ഇവിടെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റിറർ ഉണ്ട്. ആൻഡ് ദെൻ വി കെപ്റ്റ് 1 thermometer to ensure proper supply of oxygen. We have kept 1 oxygen in എന്താണ് സപ്ലൈ സിലിണ്ടർ. നെക്സ്റ്റ് ഇവിടെ നമുക്ക് ഇത് റിയാക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് ഒരു ബാറ്ററി കണക്ഷൻ വേണം. അതിനു വേണ്ടിയിട്ട് ഇവിടെയും. അപ്പോൾ ഇത് സ്റ്റീൽ ചേംബർ ആണ്. ഇതിൻ്റെ വോളിയം മാറുന്നില്ല. സോ കോൺസ്റ്റന്റ് വോളിയത്തിലാണ് നമ്മൾ റിയാക്ഷൻ നടത്തുന്നത്. ഓക്കെ, സോ അങ്ങനെ നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണാം കുട്ടികളെ ഇവിടെ റിയാക്ഷൻ നടത്തുന്നു. റിയാക്ഷൻ നടത്തുമ്പോൾ ഇവിടെ ഹീറ്റ് റിലീസ് ചെയ്യപ്പെടും. ഈ ഹീറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ചേംബർ ചൂടാകും. ഈ ചേംബറിൽ നിന്ന് ഹീറ്റ് അബ്സോർബ് ചെയ്യും? വാട്ടർ അബ്സോർബ് ചെയ്യും. ഇസ്ന്റ് ഇറ്റ്? അപ്പോൾ വാട്ടറിൻ്റെ ടെമ്പറേച്ചർ എന്ത് ചെയ്യും? ചൂടാവും. വാട്ടറിൻ്റെ ടെമ്പറേച്ചർ കൂടും. സോ വാട്ടറിൻ്റെ ടെമ്പറേച്ചർ നമുക്ക് ഈ തെർമോമീറ്റർ വെച്ച് കാണാൻ വേണ്ടി കഴിയും. അതിൽ നിന്നും മീൻസ് മാസ് ഓഫ് വാട്ടർ നമുക്കറിയാം, എത്ര ടെമ്പറേച്ചർ കൂടിയെന്ന് നമുക്കറിയാം. പിന്നെ നമുക്ക് വാട്ടറിൻ്റെ സ്പെസിഫിക് കപ്പാസിറ്റി അറിയാം, 4.184 ജൂൾ. അതും നമുക്കിവിടെ ഉണ്ട്. ഇസ്ന്റ് ഇറ്റ്? ഇതിൽ നിന്നും നമുക്ക് എത്രത്തോളം എനർജി വാട്ടറിന് കിട്ടി, ഹീറ്റ് വാട്ടറിന് കിട്ടി എന്ന് മനസ്സിലാക്കാം. ആ കിട്ടിയ ഹീറ്റ് ആരിൽ നിന്നാണ് കിട്ടിയത്? ഈ റിയാക്ഷനിൽ നിന്നാണ് കിട്ടിയത്. ഇസ്ന്റ് ഇറ്റ്? അപ്പോൾ ഇതാണ് നമ്മുടെ ഡെൽറ്റ യു കണ്ടുപിടിക്കുന്ന മെത്തേഡ്. സോ ഈ ഇൻസ്ട്രുമെന്റിനെ നമ്മൾ വിളിക്കുന്ന പേര് വാട്ട് വി സേ ഫോർ ദിസ് ബോംബ് കലോറിമീറ്റർ. ഓക്കെ, സോ ഡെഫിനറ്റ്ലി ഹീറ്റ് ലിബറേറ്റഡ് ഇൻ ദ റിയാക്ഷൻ. So heat liberated is equal to heat gained by water. Heat gained by water, isn't it? അല്ലേ? ഈ റിയാക്ഷനിൽ റിലീസ് ചെയ്ത എനർജി എന്ന് പറയുന്നത് ആരായിരിക്കും? ഹീറ്റ് ഗെയിൻഡ് ബൈ വാട്ടർ ആയിരിക്കും. ഓക്കെ, സോ ദിസ് സെറ്റപ്പ് ഈസ് കോൾഡ് ബോംബ് കലോറിമീറ്റർ. ഇത് നമ്മൾ എന്തിനുപയോഗിച്ചു? ഡെൽറ്റ യു മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചു. അപ്പോൾ ഇത് നമ്മളുടെ തന്നെ ബോംബ് കലോറിമീറ്ററിൻ്റെ വേറൊരു വ്യൂ ആണ് കാണിക്കുന്നത്. നോക്കിക്കോളൂ എല്ലാവരും. അപ്പോൾ ഇത് നമ്മുടെ കലോറിമീറ്റർ. ഇതിനുള്ളിൽ ആ ചെറിയ ചേമ്പറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബോംബ്. അതിനുള്ളിലാണ് റിയാക്ഷൻ നടക്കുന്നത്. ഇത് നമ്മുടെ പവർ സപ്ലൈ റിയാക്ഷൻ നടക്കാൻ വേണ്ടിയിട്ടുള്ള. ആൻഡ് നെക്സ്റ്റ്
ഇത് നമ്മുടെ ഓക്സിജൻ സിലിണ്ടർ കണക്ട് ചെയ്യുന്ന ട്യൂബാണിത്. ആൻഡ് നൗ ഇത് നമ്മുടെ കോപ്പർ കലോറിമീറ്റർ. ഇനി നമ്മൾ ഇതിനകത്ത് വാട്ടർ നിറച്ചിരിക്കുകയാണ്. സോ ദിസ് ഈസ് വാട്ടർ. സോ ഇത് നമ്മുടെ ഈ സ്റ്റിറർ തെർമോമീറ്റർ ഈസ് കെപ്റ്റ് ഹിയർ. നമ്മൾ റിയാക്ഷൻ തുടങ്ങുകയാണ് ഇവിടെ. സോ വി ആർ കീപ്പിംഗ് സം സാമ്പിൾ ഹിയർ. സി നമ്മൾ സാമ്പിൾ വെച്ചു, അപ്പോൾ ഹീറ്റ് റിലീസ് ചെയ്തു. ആ റിലീസ് ചെയ്ത ഹീറ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഇത് പുറത്തേക്ക് വരും. ഈ സ്റ്റീലിലൂടെ പുറത്തേക്ക് വന്നു. വാട്ടറിൻ്റെ ടെമ്പറേച്ചർ ഇവിടെ യു ക്യാൻ സീ ദാറ്റ് ഇയാളുടെ ടെമ്പറേച്ചർ ഇപ്പോൾ റൈസ് ചെയ്യും. സി ടെമ്പറേച്ചർ ഈസ് ഗെറ്റിംഗ് റൈസ്ഡ്. ഇനിഷ്യലി ടെമ്പറേച്ചർ ഇവിടെ ആയിരുന്നു. റൈറ്റ് നൗ യു ക്യാൻ സീ ദാറ്റ് ടെമ്പറേച്ചർ ഈസ് ഗെറ്റിംഗ് റൈസ്ഡ്. isn't it? അപ്പോൾ ഇത്രത്തോളം ടെമ്പറേച്ചർ അവിടെ കൂടി. സോ വി ക്യാൻ ഫൈൻഡ് ഇൻ ദിസ് വേ. ഇതിനെയാണ് നമ്മൾ എന്ത് പേര് വിളിച്ചത്? ബോംബ് കലോറിമീറ്റർ എന്ന് വിളിച്ചത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത, അതായത് we have സെയിം കൈൻഡ് ഓഫ് എന്താണ് apparatus, ഓൾമോസ്റ്റ് സെയിം കൈൻഡ് ഓഫ് apparatus we are using to find delta H also. ഓക്കെ, അപ്പോൾ അത് നമുക്കൊന്ന് കാണാം. എന്താണ് അതിൻ്റെ പേര്? ഡീറ്റെയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നതിനെ അതിനെ കുറിച്ചിട്ട് ജസ്റ്റ് വിൽ ഷോ അത് എന്താണ്, അതിൻ്റെ പേരെന്താണ്. isn't it? Let's see to that. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞത് ഡെൽറ്റ യു കാണാൻ വേണ്ടിയിട്ടുള്ള ബോംബ് കലോറിമീറ്റർ ആണ്. എന്നാൽ ഇപ്പം നമുക്കുള്ള അടുത്ത സെറ്റപ്പ് എന്താണെന്ന് ചോദിച്ചാൽ ഇത് ഡെൽറ്റ എച്ച് മെഷർ ചെയ്യാനുള്ള ഇൻസ്ട്രുമെൻ്റ് ആണ്. ഓക്കെ, സോ ഡെൽറ്റ എച്ച് മെഷർ ചെയ്യാനുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് നമുക്കുള്ളത്. സോ വാട്ട് വി സേ ഫോർ ദിസ്? വി സേ ദിസ് ആസ് കോഫി കപ്പ്. ഓക്കെ, കോഫി കപ്പ് കലോറിമീറ്റർ. So what we say for this? Coffee cup calorimeter. Okay. അപ്പോൾ ഇത് നിങ്ങൾ നോക്കുക, കോഫി കപ്പ് ഷേപ്ഡ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നർ. അതിൻ്റെ പ്രത്യേകത, അതിൻ്റെ വാൾസ് ഒന്നും ഹീറ്റ് എന്ത് ചെയ്യില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും കടത്തി വിടില്ല. അപ്പോൾ ഇതിനുള്ളിൽ നമ്മൾ ആരെടുത്തിരിക്കുകയാണ്? വാട്ടറിന് എടുത്തിരിക്കുകയാണ്. വാട്ടർ അല്ല, ഇപ്പോൾ ഉദാഹരണം നമ്മൾ ഒരു റിയാക്ഷൻ നടത്തുന്ന HCl ആൻഡ് NaOH റിയാക്ടിങ് ടുഗദർ, ആ മിക്സ്ചറിനെയാണ്, റിയാക്ഷൻ മിക്സ്ചറിനെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. എന്നിട്ട് ആ റിയാക്ഷൻ മിക്സ്ചർ നമ്മളിവിടെ റിയാക്ട് ചെയ്യിപ്പിക്കുന്നു. സോ ഹിയർ ദിസ് ഇസ് സ്റ്റിറർ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇത് സ്റ്റിറർ ആണ്. ഹിയർ ഓൾസോ ഡയറക്റ്റ് ഇയാളുടെ ടെമ്പറേച്ചർ എന്ത് ചെയ്യും? റൈസ് ചെയ്യും. ഡയറക്റ്റ് റിയാക്ഷൻ മിക്സറിൽ ആര് ഇൻസെർട്ട് ആണ്? നമ്മുടെ തെർമോമീറ്റർ ഇൻസെർട്ട് ആണ്. അപ്പോൾ ഈ ഇൻസ്ട്രുമെന്റിന്റെ പേര് കോഫി കപ്പ് കലോറിമീറ്റർ. ബട്ട് നമ്മൾ നേരത്തെ കാണിച്ച ആളുടെ പേര് എന്താണെന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇറ്റ് ഈസ് കോൾഡ് ബോംബ് കലോറിമീറ്റർ. അപ്പോൾ ഇങ്ങനെ രണ്ട് ഇൻസ്ട്രുമെന്റ്സ് ആണ് നമുക്ക് ഇവിടെ ഉള്ളത്. ഈ രണ്ട് ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? ഡെൽറ്റ യുവും ഡെൽറ്റ എച്ചും കണ്ടുപിടിക്കുക. ഓക്കെ, സോ യു ആർ ഫെമിലിയർ വിത്ത് രണ്ട് ടേംസ് നമുക്കുണ്ട്, ഡെൽറ്റ യു, ഡെൽറ്റ എച്ച്. ഓക്കെ, എങ്ങനെയാണ് ഡെൽറ്റ യു കണ്ടുപിടിച്ചത്? ബോംബ് കലോറിമീറ്റർ ഉപയോഗിച്ച്. അതിൻ്റെ പ്രവർത്തനം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. isn't it? രണ്ടാമത്തെ ഡെൽറ്റ എച്ച്, isn't it? അതിന് നമ്മൾ ഉപയോഗിച്ച കലോറിമീറ്ററിൻ്റെ പേര് കോഫി കപ്പ് തെർമോമീറ്റർ. അപ്പോൾ ഇനി നമുക്ക് നോക്കേണ്ടത് ഈ എൻതാൽപ്പിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വ്യൂവിനെ കുറിച്ചാണ് നമ്മൾ ഇനി അടുത്തതായി ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇപ്പം നമ്മളൊരു റിയാക്ഷൻ നടത്തുമ്പോൾ തീർച്ചയായും നമുക്കറിയാം അവിടെ നമുക്കൊരു റിയാക്റ്റൻറ്റും പ്രൊഡക്റ്റും ഉണ്ടാവും. സിവിയാവ് ഒരു റിയാക്ഷൻ നമുക്ക് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം, റിയാക്റ്റൻറ്റ് ഗീവ്സ് പ്രൊഡക്റ്റ്. ഒരിക്കലും റിയാക്റ്റൻ്റെയും പ്രൊഡക്റ്റിൻ്റെയും എനർജി ഒരേപോലെ ആയിരിക്കത്തില്ല. നമുക്കറിയാം, നമ്മൾ പല ടേംസ് കേട്ടിട്ടുണ്ട്, ലൈക്ക് സം റിയാക്ഷൻസ് ആർ എക്സോതെർമിക്, എന്നാൽ ചില റിയാക്ഷൻസ് എന്താണ് എൻഡോതെർമിക്. അപ്പോൾ അങ്ങനെയുള്ള കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെയും അതേപോലെയാണ്. സി ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ നമുക്കൊരു ജനറലി ഒരു ഗ്രാഫ് വെച്ച് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. സി വി ആർ ജസ്റ്റ് ഡ്രോയിങ് എ ഗ്രാഫ് ഹിയർ. അപ്പോൾ ഇതിൽ നമ്മുടെ റിയാക്റ്റൻ്റ് എനർജി ഇതാണെങ്കിൽ ലെറ്റ്സ് സേ പ്രൊഡക്റ്റ് എനർജി ഇവിടെയാണ്. അപ്പോൾ ഇവിടെ ആരുടെ എനർജിയാണ് കൂടുതൽ? സി ഇറ്റ്സ് എ സ്റ്റാൻഡേർഡ് വാല്യൂ, ലെറ്റ്സ് എ 0. റിയാക്റ്റൻ്റ് എനർജി ഈസ് മോർ. എന്നാൽ ഇത് റിയാക്ഷൻ നടന്നു കഴിഞ്ഞപ്പോൾ പ്രൊഡക്റ്റ് നമുക്ക് കിട്ടി. ആൻഡ് വാട്ട് അബൌട്ട് ദ എനർജി ഓഫ് പ്രൊഡക്റ്റ്? കുറവാണ്. isn't it? അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നോക്കൂ, സി ഈ റിയാക്ഷൻ നടത്തുമ്പോൾ ഈ ഡിഫറൻസിന് ആനുപാതികമായിട്ടുള്ള എനർജി എന്ത് ചെയ്യും? ഇറ്റ് വിൽ ബി റിലീസ്ഡ് ഔട്ട്. ഇനി നേരെ തിരിച്ച് നമ്മൾ വേറൊരു റിയാക്ഷനോടെ കാണുകയാണ്. നോക്കൂ, എന്താണ് അടുത്ത റിയാക്ഷൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ യു ക്യാൻ സീ ദാറ്റ് അടുത്തതിൽ റിയാക്റ്റൻ്റ് എനർജി കുറവാണ്, എന്നാൽ പ്രൊഡക്റ്റിൻ്റെ എനർജി കൂടുതലാണ് അല്ലേ? ഇപ്പം ഈ രണ്ട് റിയാക്ഷൻസിനും ഒരേപോലെ ആയിരിക്കും എനർജീസ് വരിക? അല്ല, തീർച്ചയായിട്ടും ഡിഫറൻ്റ് ആയിരിക്കും. isn't it? ഇവിടെ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ എനർജി കുറവാണ്,
എന്ന് പറയുമ്പോൾ റിയാക്ഷൻ നടക്കുമ്പോൾ കുറച്ച് എനർജി നഷ്ടപ്പെടണം, കുറച്ച് എനർജി റിലീസ് ചെയ്യണം എന്ന് പറയുമ്പോൾ ഇത് എക്സോതെർമിക്കിൻ്റെ ഗ്രാഫാണ്. ആൻഡ് വാട്ട് അബൌട്ട് ദിസ്? ഈ ഗ്രാഫ് തീർച്ചയായിട്ടും നമുക്കറിയാം ഇതൊരു എൻഡോതെർമിക്കിൻ്റെ ഗ്രാഫ് ആയിരിക്കും അല്ലേ? സോ ലെറ്റ് സീ ടു ദാറ്റ് വൺസ് അഗെയിൻ. എക്സോതെർമിക്കിൻ്റെ ഗ്രാഫ് നമുക്ക് നോക്കാം. സി വി ആർ കൺസിഡറിങ് വൺ റിയാക്ഷൻ ഹിയർ അഗെയിൻ. എക്സോതെർമിക് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. നോക്കൂ, ഇപ്രകാരമാണ് നമ്മുടെ ഗ്രാഫ്. സീ ടു ദാറ്റ്. അപ്പോൾ ഇവിടെ നമ്മുടെ റിയാക്റ്റന്റ് ആൻഡ് ഹിയർ വി ഹാവ് ഗോട്ട് പ്രൊഡക്റ്റ്. ഇത് റിയാക്റ്റന്റ്, ഇത് പ്രൊഡക്റ്റ്. ഓക്കെ, ഹിയർ ലെറ്റ്സ് സേ ഇയാളുടെ എനർജി നമുക്ക് വിളിക്കാം ER. ER മീൻസ് എനർജി ഓഫ് റിയാക്റ്റന്റ് ആൻഡ് EP മീൻസ് എനർജി ഓഫ് പ്രൊഡക്റ്റ്. അപ്പോൾ ഈ റിയാക്ഷൻ നടക്കുമ്പോൾ തീർച്ചയായും എന്ത് ചെയ്യും? എനർജി റിലീസ് ചെയ്യും അല്ലേ? ഫൈനൽ മൈനസ് ഇനിഷ്യൽ എന്നല്ലേ നമ്മൾ എനർജി ചേഞ്ചിനെ പറയേണ്ട പേര്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ എനർജി ചേഞ്ച് കാണാം. സോ വാട്ട് അബൌട്ട് ദ എനർജി ചേഞ്ച്? യു ക്യാൻ സീ ദാറ്റ് ഇറ്റ് വിൽ ബി EP മൈനസ് ER. ആൻഡ് യു ടെൽ മീ, ഈ EP മൈനസ് ER എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കുമോ നെഗറ്റീവ് ആയിരിക്കുമോ? ഇവിടെ EP കുറവാണ്, ER കൂടുതലാണ് അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ ഇവിടെ നെഗറ്റീവ് ആയിരിക്കും. സോ നെഗറ്റീവ് റിസൾട്ടന്റ് നമുക്കറിയാം. കെമിസ്ട്രിയിൽ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എനർജി റിലീസ്ഡ് എന്നാണ്. മീൻസ് ഇത് എക്സോതെർമിക് എന്നാണ്. അപ്പോൾ ഇവിടെ നെഗറ്റീവ് ആണ്. അപ്പോൾ ഇത് എന്തിൻ്റെ ഗ്രാഫാണ് കുട്ടികളെ? ദിസ് ഈസ് എ ഗ്രാഫ് ഫോർ എ എക്സോതെർമിക് റിയാക്ഷൻ. ഇതൊരു എക്സോതെർമിക് ഗ്രാഫിൻ്റെ റിയാക്ഷൻ ആണ്. എന്നാൽ നേരെ തിരിച്ച് നമ്മൾ ഇതിന് പകരം സി വാട്ട് വി ആർ ഡ്രോയിങ് ഇൻ ദിസ് മാനർ. സോ വി ആർ ഡ്രോയിങ് ഇൻ ദിസ് വേ അല്ലേ? ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഇവിടെ ഇതാരാണ്? റിയാക്റ്റന്റ് ആണ്. ആൻഡ് ഹിയർ വാട്ട് വി ഹാവ് പ്രൊഡക്റ്റ് ആണ് അല്ലേ? അപ്പോൾ ഇവിടെ എന്ത് വരും? ഇവിടെ നമ്മൾ ഇതേപോലെ തന്നെ എടുക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ വാട്ട് യു വിൽ ബി ഗെറ്റിംഗ്? ഇസ് ഇറ്റ് നെഗറ്റീവ് ഓർ പോസിറ്റീവ്? ഇവിടെ എന്തായിരിക്കും കുട്ടികൾ വരിക? ഒരിക്കലും നെഗറ്റീവ് വരില്ലല്ലോ, ഇവിടെ പോസിറ്റീവ് അല്ലേ വരിക. സോ വാട്ട് ഐ ക്യാൻ റൈറ്റ് ദെയർ? ഇറ്റ്സ് എ പോസിറ്റീവ്. മീൻസ് ഇത് ഒരു എൻഡോതെർമിക് പ്രോസസ്സാണ്. അപ്പോൾ റിയാക്ഷൻ നടക്കുമ്പോൾ തീർച്ചയായിട്ടും എന്ത് റിലീസ് ചെയ്യപ്പെടുന്നു? എനർജി റിലീസ് ചെയ്യപ്പെടുന്നു. ആ റിലീസ് ചെയ്യപ്പെടുന്ന എനർജി തീർച്ചയായിട്ടും നമ്മുടെ റിയാക്ടന്റ് എനർജിയും പ്രൊഡക്റ്റ് എനർജിയും ഡിപ്പെൻഡ് ചെയ്യുന്നു. ഓർ എൽസ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി ഇനിഷ്യൽ സ്റ്റേജ് ആൻഡ് ഫൈനൽ സ്റ്റേജ്. ഓക്കെ, അപ്പോൾ ഏതൊരു റിയാക്ഷൻ നടക്കുമ്പോഴും അവിടെ ഒരു എനർജി ചേഞ്ച് ഉണ്ടാകും. ആ എനർജി ചേഞ്ചിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എൻതാൽപ്പി ചേഞ്ച് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ ഓർ എൻതാൽപ്പി ഓഫ് എ റിയാക്ഷൻ. See what we said, enthalpy of a reaction. അപ്പോൾ enthalpy of a reaction എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ അതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന എനർജിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് enthalpy of reaction. Isn't it? അപ്പോൾ നോക്കാം, നമ്മൾ എഴുതിയിരിക്കുന്നത് what is enthalpy of reaction? The enthalpy change accompanying a reaction is called reaction enthalpy. ഓക്കെ, അപ്പോൾ ഈ റിയാക്ഷൻ എൻതാൽപ്പി എന്നുള്ള ടേം നമ്മൾ എപ്പോഴും റെപ്രസെന്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. എല്ലാ റിയാക്ഷൻസിനും എന്തുണ്ട്? ഇത്തരത്തിൽ ഡെൽറ്റ HR ഉണ്ടാവും. ഉദാഹരണം നിങ്ങൾക്കറിയാം, നമ്മൾ കമ്പസ്റ്റൻ റിയാക്ഷൻ നടത്തുന്നു. ഒരു പേപ്പർ എടുത്ത് എന്ത് ചെയ്യാണ്? കത്തിക്കുകയാണ്. പേപ്പർ എടുത്ത് കത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം അതിൽ നിന്ന് എനർജി റിലീസ് ചെയ്യണം. Isn't it? ആ റിലീസ് ചെയ്യുന്ന എനർജി നമ്മൾ വിളിക്കുന്ന പേരാണ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ. വാട്ട് വി കോൾ ഫോർ ദാറ്റ്? വി കോൾ ഇറ്റ് ആസ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ. അപ്പം നമുക്ക് പലതരത്തിലുള്ള എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ഉണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് വരാം. ആദ്യം നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക എന്താണ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ. ഓക്കെ, നോക്കൂ, നമ്മൾ റിയാക്ഷൻ കൺസിഡർ ചെയ്യുന്നു. റിയാക്ടൻസ് എന്തായി മാറുന്നു? പ്രൊഡക്റ്റായി മാറുന്നു. റിയാക്ടൻസിനും പ്രൊഡക്റ്റിനും ഒരിക്കലും ഒരേ എനർജി ആയിരിക്കില്ല. അവരുടെ എനർജീസ് പലതരത്തിലായിരിക്കാം. Isn't it? ഇവിടെ നിങ്ങൾ കണ്ടോ, റിയാക്ടൻ എനർജി കൂടുതലായിരുന്നു, പ്രൊഡക്റ്റിന് എനർജി കുറവായിരുന്നു. Isn't it? അപ്പോൾ റിയാക്ഷൻ എന്തായി? എക്സോതെർമിക് ആയി. എന്നാൽ ഇവിടെ നേരെ തിരിച്ച് റിയാക്ടൻ എനർജി കുറവായിരുന്നു, പ്രൊഡക്റ്റ് എനർജി കൂടുതലാണ്. അവിടെ റിയാക്ഷൻ എന്തായി? എൻഡോതെർമിക് ആയി. Isn't it? So you have seen that case. Now listen, അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം what is the definition of enthalpy of reaction? Nothing else, it's energy change associated with a chemical reaction. ഒരു കെമിക്കൽ റിയാക്ഷനുമായി അസോസിയേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അവിടുന്ന് പുറത്തു വരുന്ന എനർജി നമ്മൾ വിളിക്കുന്ന പേരാണ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ. നൗ നമ്മൾ നടത്തുന്ന റിയാക്ഷൻ സ്റ്റാൻഡേർഡ് കണ്ടീഷനിലാണ് നടത്തുന്നതെങ്കിൽ നോക്കൂ, ഇവിടെ നമ്മൾ കണ്ടീഷൻ ഒന്നും പറഞ്ഞില്ല, വെറുതെ ഒരു റിയാക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്തു. Isn't it? So what we say for that? We just said that is called enthalpy of reaction. നിങ്ങൾ എവിടെ നടത്തിയാലും
isn't it? Whether you are doing here or outside the room, isn't it? Or normal temperature or higher temperature, whatever other reaction ആണ്. ആ റിയാക്ഷൻ എനർജി നമ്മൾ വിളിക്കുന്നവരാണ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ. പക്ഷേ നമുക്കിത് സ്റ്റാൻഡേർഡ് കണ്ടീഷനിൽ നടത്താം അല്ലേ? അപ്പോൾ സ്റ്റാൻഡേർഡ് കണ്ടീഷനിൽ നടത്തുമ്പോൾ എങ്ങനെയായിരിക്കും? ലെറ്റ്സ് സീ ടു ദാറ്റ്. സോ വെൻ എവർ വി ആർ പെർഫോമിംഗ് ദിസ് ഇൻ സ്റ്റാൻഡേർഡ് കണ്ടീഷൻ, ഓക്കെ, isn't it? ഈ സ്റ്റാൻഡേർഡ് കണ്ടീഷൻ എന്ന വാക്ക് നമ്മൾ എല്ലാവരും ഓർത്തിരിക്കുക. നോക്കൂ, സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ. ഞാൻ നോക്കൂ, നേരത്തെ ഉള്ള വ്യത്യാസം ശ്രദ്ധിക്കുക എല്ലാവരും. നേരത്തെ ഞാൻ എഴുതിയത് ഇങ്ങനെ എഴുതിയത് ഡെൽറ്റ എച്ച് ആർ എന്ന് മാത്രമേ എഴുതിയുള്ളൂ അല്ലേ? മീൻസ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ. പക്ഷെ ഇപ്പം അങ്ങനെയല്ല എഴുതിയത്. ഇപ്പം മുകളിൽ ഒരു ചെറിയ സീറോയും കൂടെ ഇട്ടു. അപ്പോൾ ആ സീറോ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക അതിന് നമ്മൾ പറയേണ്ടത് സ്റ്റാൻഡേർഡ് എന്നാണ്. ഓക്കെ, അപ്പം നോക്കൂ എന്താണ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ. വാട്ട് വി ഹൗ വി ഡിനോട്ട് ദാറ്റ്? ഡെൽറ്റ എച്ച് ആർ 0, isn't it? വേറൊന്നുമല്ല, നമ്മൾ റിയാക്ഷൻ സ്റ്റാൻഡേർഡ് കണ്ടീഷനിൽ നടത്തുന്നു. അപ്പം നിങ്ങൾ ചോദിക്കും, സർ എന്താണ് ഈ സ്റ്റാൻഡേർഡ് കണ്ടീഷൻ? നോക്കൂ, ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് ഒരിക്കലും STP യെ കുറിച്ചിട്ടല്ല. സോ ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. നിങ്ങൾ സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിൽ പഠിച്ച സ്റ്റാൻഡേർഡ് ഓർ STP നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ പറഞ്ഞത് 0 ഡിഗ്രി സെൽഷ്യസ് എന്നൊക്കെയാണ്. പക്ഷേ ഇവിടെ തെർമോഡൈനാമിക്സിൽ നമ്മളുടെ സ്റ്റാൻഡേർഡ് കണ്ടീഷൻ, കുട്ടികളെ പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ്സ്. എന്താണ് സ്റ്റാൻഡേർഡ് കണ്ടീഷൻ? എല്ലാവരും നോക്കിക്കൊള്ളുക. See, I'll come to that. What is the standard enthalpy of reaction? The enthalpy change accompanying a reaction when all the participating substance are in their standard form is called the standard enthalpy of reaction. എന്താണ് ഈ സ്റ്റാൻഡേർഡ് ഫോം? എന്താണ് ഈ സ്റ്റാൻഡേർഡ് ഫോം എന്ന് ചോദിച്ചാൽ ടെമ്പറേച്ചർ ഷുഡ് ബി 298 കെൽവിൻ. ടെമ്പറേച്ചർ എന്തായിരിക്കണം കുട്ടികളെ? 298 കെൽവിൻ ആയിരിക്കണം. പ്രഷർ എന്തായിരിക്കണം? 1 ബാർ ആയിരിക്കണം. പ്രഷർ എന്തായിരിക്കണം? 1 ബാർ ആയിരിക്കണം, isn't it? അതുപോലെ കോൺസെൻട്രേഷൻ 1 മോളാർ ആയിരിക്കണം. സോ കോൺസെൻട്രേഷൻ 1 മോളാർ. അങ്ങനെയാണെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് സ്റ്റാൻഡേർഡ് കണ്ടീഷൻ. അപ്പോൾ റിയാക്ഷൻ നമ്മൾ നടത്തുന്നത് 298 കെൽവിൻ ആണ്, 1 ബാർ ആണ്, 1 ബാറിലാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം അത് സ്റ്റാൻഡേർഡ് കണ്ടീഷൻ എന്ന്. അപ്പം നിങ്ങളെല്ലാവരും ഈ 2 ടേംസും തിരിച്ചറിയുക. ഒന്ന് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ, 2 സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു? എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഏതൊരു റിയാക്ഷൻ നടന്നാലും എനർജി റിലീസ് ചെയ്യും. ദാറ്റ് ഈസ് വാട്ട് കോൾഡ് എനർജി റിലീസ് ചെയ്യുകയോ എനർജി അബ്സോർബ് ചെയ്യും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ. എന്നാൽ ഈ റിയാക്ഷൻസ് നമ്മൾ സ്റ്റാൻഡേർഡ് കണ്ടീഷനിലാണ് നടത്തിയതെങ്കിൽ അതിന് നമ്മൾ പറയുന്നത് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ. അപ്പോൾ എന്താണ് സ്റ്റാൻഡേർഡ് കണ്ടീഷൻ? സ്റ്റാൻഡേർഡ് കണ്ടീഷൻ നത്തിങ് ബട്ട്, എന്താണ് സ്റ്റാൻഡേർഡ് കണ്ടീഷൻ? ടെമ്പറേച്ചർ മസ്റ്റ് ബി 298 കെൽവിൻ. പ്രഷർ എന്തായിരിക്കണം കുട്ടികളെ? 1 ബാർ ആയിരിക്കണം. കോൺസെൻട്രേഷൻ എത്രയായിരിക്കണം? 1 മോളാർ ആയിരിക്കണം. ഓക്കെ, സോ പ്ലീസ് ട്രൈ ടു റിമെമ്പർ ദിസ്. അപ്പോൾ നമുക്ക് 2 ടേംസ് പഠിച്ചു. തീർച്ചയായിട്ടും എല്ലാവരുടെയും മനസ്സിലുണ്ടെന്ന് വിചാരിക്കുന്നു. വൺസ് ഐ ആം കമ്മിങ് ടു ദാറ്റ്. നോക്കൂ, ആദ്യത്തത് സി വാട്ട് ഈസ് ഫസ്റ്റ് വൺ? എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ. വാട്ട് ഈസ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ? The enthalpy change accompanying a reaction is called a reaction enthalpy. Okay, now what is the next point? Standard enthalpy of reaction. What is standard enthalpy of reaction? Same thing, but under standard conditions and standard form. Okay, ഈ സ്റ്റാൻഡേർഡ് ഫോം എന്നുള്ളതിലേക്ക് നമ്മൾ പിന്നീട് എത്തുന്നതായിരിക്കും. നെക്സ്റ്റ് ലെറ്റ്സ് ഗോ വിത്ത് നമ്മൾ നോക്കൂ, നമ്മളിപ്പോൾ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ എന്ന ടേം നമ്മളിപ്പോൾ പറഞ്ഞു. ഉദാഹരണം, ഞാനിവിടെ ഒരു റിയാക്ഷൻ കൺസിഡർ ചെയ്യുകയാണ്. നിങ്ങൾ എല്ലാവരും നോക്കൂ, വി ഹാവ് വൺ റിയാക്ഷൻ ഹിയർ, കാർബൺ. സി വി ഹാവ് എ കാർബൺ റിയാക്ടിംഗ് വിത്ത്, so carbon reacting with oxygen, what you get there? You are getting carbon dioxide. Okay, you have seen this reaction. Similarly, I am writing another one, H2O liquid changes to give H2O gas. Okay, അതൊരു റിയാക്ഷൻ ആണ്, ഇതൊരു റിയാക്ഷൻ ആണ്. നെക്സ്റ്റ് see, I am just writing NaOH reacting with HCl, you are getting a
NaCl plus water. അല്ലേ? This is another reaction. അതുപോലെ എനിക്ക് വീണ്ടും എഴുതാം. നോക്കൂ, കാൽസ്യം കാർബണേറ്റ് ഡിസോസിയേറ്റ് ടു ഗിവ് കാൽസ്യം ഓക്സൈഡ് പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ ഇതെല്ലാം റിയാക്ഷൻസ് ആണ്. കുട്ടികളെല്ലാവരും നോക്കുക, ഇതിലൊക്കെ തന്നെ എന്ത് ചെയ്യും? എനർജി റിലീസ് ചെയ്യും. നിങ്ങൾ നോക്കൂ, കാർബൺ ഓക്സിജനുമായി റിയാക്ട് ചെയ്യുമ്പോൾ എനർജി റിലീസ് ചെയ്യും. ഓക്കെ, സിമിലർലി വാട്ടർ ലിക്വിഡ് എന്താക്കി മാറ്റുകയാണ്? വാട്ടർ ഗ്യാസ് ആക്കി മാറ്റുകയാണ്. മക്കളെ, വാട്ടർ ലിക്വിഡ് വാട്ടർ ഗ്യാസ് ആക്കി മാറ്റുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ചൂടാക്കുകയല്ലേ വേണ്ടത്. അപ്പോൾ അതൊരു എൻഡോതെർമിക് പ്രോസസ്സ് അല്ലേ? ടെൽ മി യെസ് ഓർ നോ. യെസ്, അതൊരു എൻഡോതെർമിക് പ്രോസസ്സാണ്. ഇനി നോക്കൂ, അടുത്തത് ഒരു ബേസ് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. വി ഗെറ്റ് ദിസ്. നമ്മൾ ഈ റിയാക്ഷൻ വിളിക്കുന്ന ഒരു പേരുണ്ട്, ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ. ഓക്കെ, ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ. നെക്സ്റ്റ് ഇതെന്താണ്? കാൽസ്യം കാർബണേറ്റ് ഡീകമ്പോസ് ചെയ്തിട്ട് നോക്കൂ, ഞാൻ ഉപയോഗിച്ചു ഡീകമ്പോസ്. അപ്പോൾ ഈ റിയാക്ഷൻ എന്തിന് എക്സാമ്പിളാണ്? ഒരു ഡീകമ്പോസിഷൻ എക്സാമ്പിളാണ്. നോക്കൂ കുട്ടികളെ, ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളുടെ റിയാക്ഷൻസ് പല തരത്തിലാകാം. ചിലപ്പോൾ അത് എന്താകാം? ഒരു ഫേസ് ട്രാൻസ്ഫർ ആയിരിക്കാം, ഇതേപോലെ അല്ലേ? ഇവിടെ സംഭവിച്ചാൽ ഒരു ഫേസ് ട്രാൻസ്ഫർ ആകാം. എന്നാൽ ചില റിയാക്ഷൻ നമ്മൾ നോക്കുമ്പോൾ കോമ്പിനേഷൻ വിത്ത് ഓക്സിജൻ ആയിരിക്കാം. ഈ കോമ്പിനേഷൻ വിത്ത് ഓക്സിജൻ നമ്മൾ പറയുന്നൊരു പേരുണ്ട്, വാട്ട് വി സേ ഫോർ ദാറ്റ്? കമ്പസ്റ്റ്യൻ. എന്താണ് നമ്മൾ പറയുന്നത്? കമ്പസ്റ്റ്യൻ റിയാക്ഷൻ. ഓക്കെ, നൗ അടുത്തത് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ ആയിരിക്കാം, അടുത്തത് ഡീകമ്പോസിഷൻ റിയാക്ഷൻ ആയിരിക്കാം, അല്ലേ? ഇങ്ങനെ പലതരത്തിലുള്ള റിയാക്ഷൻസ് ആയിരിക്കാം നമ്മൾ കാണുന്നത്. അപ്പോൾ ഹീറ്റ് ഓഫ് റിയാക്ഷൻ അല്ലെങ്കിൽ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ നമുക്ക് പല തരത്തിലുണ്ട്, ഡിപ്പെൻഡ്സ് ഓൺ ദ നേച്ചർ ഓഫ് റിയാക്ഷൻ. നോക്കൂ, ഞാൻ പറഞ്ഞ പോയിന്റ് വൺസ് അഗൈൻ ഐ എം കമ്മിങ് ടു ദിസ് സ്ലൈഡ്. സോ ഓൾ ഓഫ് യു പ്ലീസ് സീ ടു ദാറ്റ്. നമുക്കറിയാം നമ്മൾ ആരെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്? വി ആർ ടോക്കിംഗ് അബൌട്ട് എൻതാൽപ്പി ഓഫ് എ റിയാക്ഷൻ. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ അത് കഴിഞ്ഞിട്ട് പഠിച്ചത് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് എ റിയാക്ഷൻ. പക്ഷേ ഞാനിവിടെ കുറേ റിയാക്ഷൻസ് എഴുതിയിരുന്നു. എല്ലാ റിയാക്ഷനിൽ നിന്നും പുറത്തു വരുന്ന എനർജി നമ്മൾ വിളിക്കുന്ന പേര് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ എന്നാണ്. ബട്ട് യു പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്, റിയാക്ഷൻസ് പലതരത്തിലുണ്ട്. അതുകൊണ്ട് നമുക്ക് എൻതാൽപ്പി ഓഫ് റിയാക്ഷനെ പല പേരുകളിൽ പറയാം. ഉദാഹരണം നോക്കൂ, ഞാൻ ഇവിടെ എഴുതിയ റിയാക്ഷൻ നിങ്ങൾ എല്ലാവരും നോക്കൂ. വി ഹാവ് H2O liquid gives you H2O gas. H2O liquid gives you H2O gas. ഒരാളൊന്ന് പറയുകയാണ്, ഇവിടുന്ന് തീർച്ചയായിട്ടും ഈ റിയാക്ഷൻ നടക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കുറേ ചൂട് കൊടുക്കണം, കുറേ ഹീറ്റ് ചെയ്യണം. ഓക്കെ, ഞാനിവിടെ എഴുതുന്നു, സി ഞാൻ കൊടുത്തത് ഡെൽറ്റ H is equal to എത്ര കൊടുത്തു? +20 കിലോ ജൂൾ കൊടുത്തു എന്ന് പറയുന്നു. അപ്പോൾ അയാൾ പറയാണ് ഇതിൻ്റെ ഹീറ്റ് ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത് 20 കിലോ ജൂൾ ആണ്. നിങ്ങൾക്ക് പറയാം എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ 20 കിലോ ജൂൾ. ശരിയാണ്, യാതൊരു തെറ്റുമില്ല. എന്നാൽ വേറൊരാളൊന്ന് പറയുകയാണ്, നോക്കൂ ഇത് ലിക്വിഡിൽ നിന്ന് ഗ്യാസ് ആയി മാറി എന്ന് പറയുമ്പോൾ ഇതിന് നമ്മൾ വിളിക്കുന്നൊരു പേരുണ്ട്, വേപ്പറൈസേഷൻ. യു നോ വാട്ട് ഈസ് ദാറ്റ്? ലിക്വിഡ് ചേഞ്ചസ് ഇൻ ടു ഗ്യാസ് അല്ലേ? അപ്പോൾ ഒരാൾക്ക് തോന്നി ഇതിനെ ഹീറ്റ് ഓഫ് റിയാക്ഷൻ എന്ന് വിളിക്കേണ്ട, പകരം ഇതിനെ എനിക്ക് വേറൊരു പേര് വിളിക്കാം, ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ. നത്തിങ് റോങ് ഇൻ ദാറ്റ്, ഇസ്ന്റ് ഇറ്റ്? അപ്പോൾ ജനറലി നമുക്ക് ഇയാളെ എന്ത് പേര് വിളിക്കാം? ഹീറ്റ് ഓഫ് റിയാക്ഷൻ എന്ന് വിളിക്കാം. ഓക്കെ, ഇനി ഒരാൾക്ക് മറ്റു രീതിയിൽ പറയാം, കാരണം റിയാക്ഷൻ ഏതാണെന്ന് നോക്കാം. ഇതൊരു വേപ്പറൈസേഷൻ റിയാക്ഷൻ ആണ്. സോ യു ക്യാൻ കോൾ, അയാൾക്ക് എന്തും വിളിക്കാം, ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ എന്ന് വിളിക്കാം. ഓക്കെ, ഇനി ഞാൻ എഴുതുന്നു അടുത്തൊരു റിയാക്ഷൻ. സീ ടു ദാറ്റ്. Next I am reading HCl plus NaOH gives you what? Speak out. You will be getting NaCl plus water. കുട്ടികളെല്ലാവരും നോക്കൂ, ഈ റിയാക്ഷൻ തീർച്ചയായും ഒരാൾ വന്നിട്ട് വായിക്കുകയാണ് HCl reacting with NaOH, we have NaCl plus water and okay, ഇവിടെ നമുക്ക് കിട്ടിയ എനർജി എന്ന് പറയുന്നത് ഡെൽറ്റ H is equal to -13.6 കിലോ കാലറി അല്ലേ? അപ്പോൾ ഒരാളൊന്ന് വിളിക്കുകയാണ്, ഓക്കെ ഇവിടെ നമുക്ക് -13.6 കിലോ കാലറി ഹീറ്റ് പുറത്തേക്ക് കിട്ടി. അപ്പോൾ ഇയാൾ പറയുകയാണ് ഹീറ്റ് ഓഫ് റിയാക്ഷൻ ഈസ് -13.6. കറക്റ്റ്?
കറക്റ്റ് ഉണ്ട്. എന്നാൽ വേറൊരാളൊന്ന് സംസാരിക്കുന്നത് നോക്കൂ എങ്ങനെയാണെന്ന്. NaHCl റിയാക്ടിങ് വിത്ത് NaOH, ഇത് ഒരു ആസിഡും ഒരു ബേസുമായിട്ടുള്ള റിയാക്ഷൻ അല്ലേ? അപ്പോൾ ഇതൊരു ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ അല്ലേ? അപ്പോൾ ഈ ഹീറ്റിനെ എനിക്ക് ഹീറ്റ് ഓഫ് ന്യൂട്രലൈസേഷൻ എന്ന് വിളിച്ചാൽ നത്തിങ് റോങ് ഇൻ ദാറ്റ്, ഇസ്ന്റ് ഇറ്റ്? അപ്പോൾ ഏതാണോ റിയാക്ഷൻ്റെ ടൈപ്പ് എന്നതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, അവർക്ക് പല പേരുകൾ കൊടുക്കാം. ഓക്കെ, ഇസ്ന്റ് ഇറ്റ്? ജനറലി ഇവരെല്ലാം നമ്മൾ വിളിക്കുന്ന പേര് ഹീറ്റ് ഓഫ് റിയാക്ഷൻ. ബട്ട് ഡിപ്പെൻഡ്സ് ഓൺ ദ നേച്ചർ ഓഫ് റിയാക്ഷൻ വി ക്യാൻ ഗിവ് ഡിഫറെൻറ്റ് നെയിംസ് ഫോർ ദാറ്റ്. അപ്പോൾ ഇതിൽ ഏറ്റവും ആദ്യം ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഫേസ് ട്രാൻസ്ഫർ നടക്കുമ്പോഴുള്ള ചേഞ്ചസിനെ കുറിച്ചിട്ടാണ്, ഹീറ്റിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ നോക്കുക, നമ്മൾ രണ്ട് ടേംസ് മാത്രമേ കണ്ടിട്ടുള്ളൂ. ആദ്യത്തെ ടൈം ഏതാണെന്ന് നിങ്ങൾക്കറിയാം, ഹീറ്റ് ഓഫ് റിയാക്ഷൻ ഓർ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ. എന്താണ് മക്കളെ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത്? ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ റിലീസ് ചെയ്യുന്ന എനർജിയെ നമ്മൾ വിളിച്ച പേരാണ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ. എന്താണ് കുട്ടികളെ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ? ഒരു റിയാക്ഷൻ സ്റ്റാൻഡേർഡ് കണ്ടീഷനിൽ നടക്കുമ്പോൾ റിലീസ് ചെയ്യുന്ന എനർജിയാണ് നമ്മൾ എന്ത് വിളിച്ചത്? സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ. കറക്റ്റ്. ഇനി റിയാക്ഷൻസ് നമുക്ക് പല തരത്തിലുണ്ട്. അതിനനുസരിച്ചിട്ട് ഈ പറയുന്ന എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ നമുക്ക് പല പല പേരുകളിൽ വിളിക്കാം. Isn't it? I have told you already, we can call as enthalpy of neutralization. We can call it as enthalpy of vaporization. Isn't it? Is there any other kind of reaction? Is there any other kind of enthalpy of reaction? അതാണ് നമ്മൾ അടുത്തതായി സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യമുള്ള ടേം കുട്ടികളെല്ലാവരും നോക്കൂ, എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ എന്നാണ്. നോക്കൂ, ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത് എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ. അപ്പോൾ എന്താണ് എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ? സി, ഐ എം ജസ്റ്റ് റൈറ്റിംഗ്, വി ഹാവ് എൻതാൽപ്പി ചേഞ്ച് വെൻ 1 mole of a solid substance undergoing melting in the standard state. സ്റ്റാൻഡേർഡ് നമുക്ക് തൽക്കാലം അവിടെ പെൻഡിങ് വയ്ക്കാം. നമുക്ക് എന്ത് ചെയ്യാം, സോളിഡിനെ മെൽറ്റ് ചെയ്യാം. സോ 1 mole of solid substance undergoes melting. So we have H2O solid gives H2O liquid. നിങ്ങൾ നോക്കൂ, ഞാൻ ഈ റിയാക്ഷൻ എഴുതി. അപ്പോൾ ഈ റിയാക്ഷൻ എഴുതിയപ്പോൾ ഇതൊരു കെമിക്കൽ ചേഞ്ച് അല്ല, ഇതൊരു എന്താണ് ഫിസിക്കൽ ചേഞ്ച് ആണ്. ഓക്കെ, ലെറ്റ്സ് കോൾ ഇറ്റ് ആസ് എ റിയാക്ഷൻ. നമുക്ക് ഇതിന് റിയാക്ഷൻ എന്ന് വിളിക്കാം. അപ്പോൾ ഇത് സോളിഡ് ലിക്വിഡാക്കി മാറ്റുകയാണ് അല്ലേ മക്കളെ? അപ്പോൾ സോളിഡിന് ലിക്വിഡാക്കി മാറ്റുമ്പോൾ നമ്മൾ ഇവിടെ ഹീറ്റ് കൊടുക്കണോ അതോ അവർ ഹീറ്റ് റിലീസ് ചെയ്യുമോ? തീർച്ചയായിട്ടും നമ്മൾ ഐസിനെ വാട്ടറാക്കി മാറ്റാൻ ചൂടാക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഇവിടെ ചൂടാക്കണം. അപ്പോൾ എൻ്റെ ആദ്യത്തെ ചോദ്യം, ഇവിടെ ഡെൽറ്റ എച്ച് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ഇസ്ന്റ് ഇറ്റ്? നമ്മൾ അങ്ങോട്ടേക്ക് കൊടുത്തതാണ്, അല്ലാതെ അവർ റിലീസ് ചെയ്തതല്ല. അവർ റിലീസ് ചെയ്തതാണെങ്കിൽ നെഗറ്റീവ്, നമ്മൾ കൊടുത്തതാണ്. സോ ഇറ്റ് ഈസ് പോസിറ്റീവ്. സോ വി ക്യാൻ സേ ദാറ്റ് ഇവിടെ ഡെൽറ്റ എച്ച് പോസിറ്റീവ്. സോ വി ഹാവ് ഡെൽറ്റ എച്ച് ഈസ് പോസിറ്റീവ്. ഡെൽറ്റ എച്ച് പോസിറ്റീവ് ആണ് അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും നോക്കുക. അപ്പോൾ എനിക്ക് പറയാം, സേ ഐ എം ജസ്റ്റ് ഗിവിങ് എ വാല്യൂ ഹിയർ. ഇറ്റ്സ് നോട്ട് റിയൽ വാല്യൂ, ജസ്റ്റ് ആൻ അപ്രോക്സിമേറ്റ് വാല്യൂ ഐ എം ഗിവിങ് ഹിയർ. ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു പോസിറ്റീവ് ലെറ്റ്സ് സേ 20 kJ. ഞാനിങ്ങനെ കൊടുത്തു അല്ലേ? അപ്പോൾ ഒരാൾ വന്നത് വായിക്കുകയാണ്, നോക്കൂ, സോളിഡ് ടു ലിക്വിഡ് ഈ റിയാക്ഷൻ നടത്താൻ ഞാൻ കൊടുക്കേണ്ടി വന്ന എനർജി 20 kJ ആണ്. ഓക്കെ, ഹീറ്റ് ഓഫ് റിയാക്ഷൻ ഈസ് 20 kJ. നത്തിങ് റോങ് ഇൻ ദാറ്റ്. പക്ഷേ ഈ റിയാക്ഷൻ കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഇത് മെൽട്ടിംഗ് അല്ലേ, അല്ലെങ്കിൽ ഇത് ഒരു ഫ്യൂഷൻ റിയാക്ഷൻ അല്ലേ? അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും കുട്ടികളെ നമ്മൾ എന്താണ് ഇയാൾക്ക് പേര് പറയേണ്ടത്? സോ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ഓൾ ഓഫ് യു വാട്ട് ഈസ് എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ. അതിനെക്കുറിച്ചല്ലേ നമ്മൾ ആദ്യം സംസാരിക്കേണ്ടത്. സോ എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ മീൻസ്, isn't it? It's the energy change accompanied when
1 mole of a solid substance changes into liquid. അത് വാട്ടർ തന്നെ വേണം നിർബന്ധമൊന്നുമില്ല. ഏത് സോൾഡ് ആയിക്കോട്ടെ, ആ സോൾഡ് എന്തായി മാറുകയാണ് കുട്ടികളെ? ലിക്വിഡായി മാറുകയാണ്. അവിടെ ഇൻവോൾവ് ചെയ്ത ഹീറ്റ് ചേഞ്ചിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? വാട്ട് വി സേ ഫോർ ദാറ്റ്? എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ നമ്മൾ പറയുന്നത്. ഓക്കെ, സോ സിമിലർലി ഇപ്പോൾ വാട്ടർ തന്നെ വേണം നിർബന്ധമൊന്നുമില്ല. ഏത് സോൾഡ് ആയിക്കോട്ടെ, ആ സോൾഡ് എന്തായി മാറുന്നു? ലിക്വിഡായി മാറുന്നു. അതിന് നമ്മൾ വിളിച്ച പേരാണ് എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ. ഇനി ഒരാൾ വന്നിട്ട് ഇയാളെ വെറുതെ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ എന്ന് വിളിച്ചു. നത്തിങ് റോങ് ഇൻ ദാറ്റ്. കാരണം ഇതും ഒരു റിയാക്ഷൻ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ച ഏറ്റവും ആദ്യത്തെ എൻതാൽപ്പി ചേഞ്ച് എന്ന് പറയുന്നത് എൻതാൽപ്പി ചേഞ്ച് ഡ്യൂറിങ് ദി ഫ്യൂഷൻ. Okay, and you know what is that? The enthalpy change when one mole of a solid substance undergoes melting in standard state is called standard enthalpy of fusion. നോക്കൂ, ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്നത് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഫ്യൂഷൻ. സപ്പോസ് ഈ സ്റ്റാൻഡേർഡ് നിങ്ങൾ എഴുതിയില്ല എങ്കിൽ, ഓക്കെ, ഇവിടെ സ്റ്റാൻഡേർഡ് വേണ്ട, അത്രയേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. isn't it? സ്റ്റാൻഡേർഡ് അവിടെ ഇല്ല. അപ്പോൾ എൻതാൽപ്പി ഫ്യൂഷൻ എന്ന് ചോദിച്ചാൽ ഈ സ്റ്റാൻഡേർഡും വേണ്ട. പക്ഷേ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഫ്യൂഷൻ എന്ന് ചോദിച്ചാൽ അത് രണ്ടും നമുക്ക് വേണം. ഓക്കെ, അപ്പോൾ എല്ലാവരും നോക്കുക, എന്താണ് എൻതാൽപ്പി ഫ്യൂഷൻ എന്ന കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഇത് ഫേസ് ട്രാൻസ്ഫർ ആണ് നമ്മൾ സംസാരിക്കുന്നത്. അതുപോലെ തന്നെ അപ്പോൾ എൻതാൽപ്പി ഫ്യൂഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യണം? വേപ്പറൈസേഷനെ കുറിച്ച് പറയണം, അല്ലേ? സോ ലെറ്റ്സ് സീ വാട്ട് അബൌട്ട് എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ ദെൻ. ഓക്കെ, ക്യാൻ യു ജസ്റ്റ് എക്സ്പ്ലെയിൻ വാട്ട് ഈസ് എൻതാൽപ്പി വേപ്പറൈസേഷൻ? സി, ഇറ്റ്സ് ദ ഹീറ്റ്, it's energy change when 1 mole of a liquid substance undergoes vaporization. 1 mole of a liquid undergoes vaporization. 1 mole of a liquid undergoes vaporization. അതിനെ നമ്മൾ വിളിച്ചു പറയുന്നത് എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ. isn't it? അപ്പോൾ എൻതാൽപ്പി വേപ്പറൈസേഷൻ എനിക്ക് ഇങ്ങനെ എഴുതാം. നോക്കൂ, ഞാൻ ഒരു എക്സാമ്പിൾ എഴുതുന്നു. വാട്ടർ, isn't it? Water, we have a water liquid to give a water gas, isn't it? ഇവിടെ റിലീസ് ചെയ്യുന്ന എനർജിയെ നമ്മൾ വിളിക്കേണ്ട പേര് എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ, ബിക്കോസ് ദിസ് പ്രോസസ് ഈസ് വേപ്പറൈസേഷൻ. ഓക്കെ, അപ്പോൾ എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ, വാട്ട് ഇസ് ദ ഡെഫിനിഷൻ ഓഫ് ദാറ്റ്? ഇറ്റ്സ് എൻതാൽപ്പി ചേഞ്ച് when 1 mole of a solid one mole of a liquid changes into what we say for that? Changes into vapor. ഓക്കെ, സിമിലർലി ഇത് മാത്രമല്ലല്ലോ, നമുക്ക് ഫ്യൂഷൻ മാത്രമല്ലല്ലോ, നമുക്ക് ഒരിക്കലും വേപ്പറൈസേഷൻ മാത്രമല്ലല്ലോ, സബ്ലിമേഷൻ ഓൾസോ ദെയർ. ലെറ്റ് us think about then sublimation. What will happen if you talk about sublimation? നോക്കൂ, വേപ്പറൈസേഷൻ എന്ന ടേമിന് പകരം, ഈ വേപ്പറൈസേഷൻ എന്ന് പറയുന്ന ടേമിന് പകരം ഇവിടെ നമ്മൾ ആരെ കൊണ്ടുവരികയാണ്? സബ്ലിമേഷൻ കൊണ്ടുവരികയാണ്. അത്രേ വരുന്നുള്ളൂ വ്യത്യാസം. സോ വാട്ട് ഈസ് എൻതാൽപ്പി ഓഫ് സബ്ലിമേഷൻ? യു സീ ടു ദാറ്റ് the enthalpy change when 1 mole of a solid substance changes directly into gaseous state below its melting point. അതിനെയാണ് നമ്മൾ എന്ത് പേര് വിളിച്ചത്? what we call for that? we call it as enthalpy of sublimation. അപ്പോൾ കുട്ടികൾ എല്ലാവരും നോക്കുക, നമ്മൾ ഇന്ന് പഠിച്ച ടേംസ് ഏതൊക്കെയാണ്? 5 ടേംസ് ആണ് നമ്മൾ പറഞ്ഞത്. ഒന്നാമത്തെ ടേം ഇതാണ്, നിങ്ങൾ എല്ലാവരും ഓർക്കുന്നുണ്ടാവും, ഡെൽറ്റ എച്ച് ആർ, enthalpy of reaction, or else we have delta HR0. What is the difference? Standard enthalpy of reaction. ഇനി നമുക്ക് ഈ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ പലതരത്തിലുണ്ട്. അതിലേറ്റവും ആദ്യത്തെ നമ്മൾ പറഞ്ഞത് എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ. എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ ആൻഡ് സ്റ്റാൻഡേർഡ് കണ്ടീഷൻ ആണെങ്കിൽ നിങ്ങൾ പറയും സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ. അടുത്ത നിങ്ങൾ പഠിച്ചത് എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ. നെക്സ്റ്റ് യു സ്റ്റഡീഡ് എൻതാൽപ്പി ഓഫ് സബ്ലിമേഷൻ, isn't it? Okay, so what is enthalpy of reaction? ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ റിലീസ് ചെയ്യപ്പെടുന്ന എനർജിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ. എന്താണ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ? ഒരു റിയാക്ഷൻ സ്റ്റാൻഡേർഡ് കണ്ടീഷനിൽ നടക്കുമ്പോൾ റിലീസ് ചെയ്യപ്പെടുന്ന എനർജിയാണ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ. എന്താണ് എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ? ഒരു സബ്സ്റ്റൻസ് ഫ്യൂഷന് വിധേയമാകുമ്പോൾ, isn't it? സോ സോളിഡ് ചേഞ്ചസ് ഇൻ ടു ലിക്വിഡ്. അപ്പോൾ അവിടെ നടക്കുന്ന അല്ലെങ്കിൽ അവിടെ വേണ്ട എനർജി ചേഞ്ചിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ. What is enthalpy of vaporization? You know, when 1 mole of a liquid undergoes vaporization, the energy change.
നെക്സ്റ്റ് enthalpy of sublimation. What is that? See, we have definition on the board. And remember, ഇതെല്ലാം ഈ 3 കേസിലും നമുക്കറിയാം ഡെൽറ്റ എച്ച് പോസിറ്റീവ് ആയിരിക്കും. എന്തുകൊണ്ടാണ് പോസിറ്റീവ്? നമ്മൾ ചൂടാക്കുകയല്ലേ, നമ്മൾ ചൂടാക്കുമ്പോൾ ഒരു പോസിറ്റീവ് അല്ലേ. സോ ഇതാണ് നമുക്ക് ഏറ്റവും ആദ്യം പറയാനുള്ള 3 എൻതാൽപ്പീസ്. ബാക്കി ഇനിയും എൻതാൽപ്പീസ് വരേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത സെഷനിൽ അവരെക്കുറിച്ച് സംസാരിക്കാം.